السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ജഡ്ജസ്, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സന്ദേശവിനിമയ രംഗത്തെ ഇളക്കിമറിച്ച ഒന്നാണ് ദൃശ്യശ്രാവ്യ ഉപകരണമായ മൊബൈൽ ഫോണിൻ്റെ കണ്ടുപിടുത്തം. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു വന്ന ഒരു സാങ്കേതിക ഉപകരണം. ഉപയോഗവും ഗുണവും ഏറെയുള്ള ഈ മൊബൈൽ ഫോണിന് അത്ര തന്നെ ദോഷങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. ആശയവിനിമയം എളുപ്പമാക്കുക, വിവരങ്ങൾ പങ്കിടുക, വിനോദം പകരുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്ക് ഇവ ഉപയോഗിക്കുന്നുണ്ട്. മൈലുകൾക്കപ്പുറമുള്ള ഉറ്റവരെയും ഉടയവരെയും സുഹൃത്തുക്കളെയും ഒരു വിരൽ തുമ്പിനപ്പുറം എത്തിച്ച് ആശയവിനിമയം സാധ്യമാക്കിയത് മൊബൈൽ ഫോൺ തന്നെയാണ്. വിവരശേഖരണ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വ്യാപാര മേഖലയിലും മൊബൈൽ ഫോൺ വിപ്ലവം സൃഷ്ടിച്ചു. അറിവിനും ആസ്വാദനത്തിനും മൊബൈൽ ഫോൺ തന്നെ അഭയം. ജീവിതത്തെ എളുപ്പമാക്കുന്നതിനും ലോകത്തെ ബന്ധിപ്പിക്കുന്നതിനും മൊബൈൽ ഫോൺ ഏറെ സഹായകമാണ്. ക്രിയാത്മകവും സുന്ദരവുമായ ഇസ്ലാമിക അധ്യാപനങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലേക്കും എത്തിച്ചുകൊണ്ട് പ്രബോധനത്തിന്റെ ആനന്ദ സാധ്യതകൾ തുറന്നു കാട്ടിയ മൊബൈൽ ഫോൺ ദഅവത്തിന്റെ മേഖലയിൽ കുറച്ചൊന്നുമല്ല ഒരു വിശ്വാസിയെ സഹായിച്ചത്. അലാറം, ബാങ്കുവിളി എന്നിവ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ സുബഹിക്ക് വിളിച്ചുണർത്തുന്ന മൊബൈൽ ഫോൺ ദൈനംദിന ദിക്റുകളെയും ദുആകളെയും തസ്ബീഹ് കൗഡറുകളെയും കൊണ്ട് പ്രഭാതം ഉഷാറാക്കുന്നു. ഖുർആൻ പാരായണം, അർത്ഥവ്യാഖ്യാനം, ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള സൗകര്യം, ഖുർആൻ ക്വിസുകൾ എന്നിവ ഉൾപ്പെടുത്തി വിശ്വാസിയെ ഖുർആനുമായി ബന്ധിപ്പിക്കുന്നു. ഏത് തിരക്കുള്ള മനുഷ്യനെ ജമാഅത്ത് നഷ്ടപ്പെടാത്ത വിധം നമസ്കാര സമയം കൃത്യമായി അറിയിക്കുന്ന മൊബൈൽ ഫോൺ ഖിബ്ല നിർണയവും എളുപ്പമാക്കുന്നു. ഇസ്ലാമിക ലോകത്തെ കുറിച്ചുള്ള വാർത്തകൾ, വിശദമായ വിശകലനങ്ങൾ, അഭിപ്രായങ്ങൾ എന്നിവ പ്രദാനം ചെയ്യുന്നു. ലോകത്ത് എവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളും ലൈവായി കേൾക്കുവാനും അത് സൂക്ഷിച്ചു വെക്കുവാനും സൗകര്യമുള്ള മൊബൈൽ ഫോൺ ഹദീസ് പഠനവും ഫത്വകളും അങ്ങനെ നീളുന്ന ഇസ്ലാമിക വിജ്ഞാനകോശമാണ്. ഇസ്ലാമിനെ വികലമാക്കുന്നവർക്കും പ്രവാചകനെ നിന്ദിക്കുന്നവർക്കും ആരോഗ്യകരമായ മറുപടി നൽകുവാനും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുവാനും മൊബൈൽ ഫോൺ ഏറെ സഹായകമാണ്. സ്വാഭാവികമായും മൊബൈൽ ഫോണിൻ്റെ വ്യാപനത്തോടെ സമൂഹത്തിൽ ഗുണത്തോടൊപ്പം നിരവധി പ്രശ്നങ്ങളും ഉടലെടുത്തു. കണ്ണഞ്ചിപ്പിക്കുന്ന മൊബൈൽ ഫോണിന്റെ മായിക വലയിൽപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിനോടുള്ള ദിക്റുകളെയും ദുആകളെയും ഇബാദത്തിലെയും തൊട്ട് അശ്രദ്ധരായി. കേവലം ചെറിയൊരു സ്ക്രീനിൽ നോക്കി സമയം പാഴാക്കുന്ന മനുഷ്യൻ നിന്റെ ആരോഗ്യവും ഒഴിവ് സമയവും എന്തിനു ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ കാലുകൾ മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയില്ല എന്ന ഹദീസ് സ്വയം മറന്നു കളയുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. മൊബൈലിന്റെ നീരാളിപ്പിടുത്തത്തിലകപ്പെട്ട് കുട്ടികളുടെ പഠന നിലവാരം താഴ്ന്നു പോകുകയും വായനയില്ലാത്ത, ചിന്തയില്ലാത്ത, മതപഠനത്തിനും ആരാധനയ്ക്കും സമയമില്ലാത്ത നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന ഒരു സമൂഹം പിറവിയെടുക്കുന്നു. സംഗീതവും സിനിമയും പ്രാഗുകളും ട്രോളുകളും റീൽസും ഷോർട്സുമെല്ലാം മനുഷ്യനെ അധാർമികതയുടെ കുത്തൊഴുക്കിലേക്ക് കൊണ്ടു ചെല്ലുന്നു. ومن الناس من يشتري له الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا. അതേ മൊബൈലിന്റെ ലോകത്ത് അധികവും കളിയും വിനോദവും മാത്രമാണ്. ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്ന, അസത്യത്തെ സത്യമാക്കുന്ന, അധാർമികതയെ ന്യായീകരിക്കുന്ന, മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്ന, അഭിമാനത്തെ പിച്ച ചെയ്യുന്ന ഒരു വില്ലനായി മൊബൈലിന്റെ ആപ്പുകൾ മാറുന്നു. ഇന്റർനെറ്റിലൂടെ ലഭ്യമാകുന്ന അശ്ലീലവും അക്രമപരവുമായ ഉള്ളടക്കങ്ങൾ മനസ്സിനെ ദുഷിപ്പിക്കുന്നു. ഉദാസീനമായ ജീവിതശൈലിയെ പ്രോത്സാഹിപ്പിക്കുന്ന മൊബൈൽ ഫോൺ സ്വകാര്യ ലംഘനത്തിലേക്കും നയിക്കുന്നു. ശാരീരിക, മാനസിക, സാമ്പത്തിക,
പാരിസ്ഥിതിക ആഘാതങ്ങൾ മൊബൈൽ ഫോൺ സൃഷ്ടിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മാറ്റം അനിവാര്യമാണ്. ഒരാളുടെ ഇസ്ലാമിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ് അർത്ഥശൂന്യമായ കാര്യങ്ങൾ അവൻ ഉപേക്ഷിക്കേണ്ടത് എന്ന റസൂലിന്റെ അധ്യാപനം നാം സമൂഹത്തിന് പകർന്നു നൽകണം. പീസ് റേഡിയോ, ജമീൽ ആപ്പ് തുടങ്ങിയ ഇസ്ലാമിക ആപ്പുകൾ നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകരട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക യാ അബ്ദുല്ലാഹ്.